അവയവദാനം എന്ന പുണ്യകർമ്മത്തിലേക്ക് ഇപ്പോഴിതാ ഒരു പോലീസ് ഓഫീസറും പൂജപ്പുര ജയിൽ ഓഫീസറുടെ 9 അവയവങ്ങളാണ് ഇപ്പോൾ ദാനം ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജ് അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ രാജ്യത്ത് പുതിയ ചരിത്രം കുറിക്കുവാൻ ഇപ്പോൾ ഒരുങ്ങുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു സർക്കാർ ആശുപത്രിയിൽ ഒരൊറ്റ ദിവസം ഹൃദയം, ശ്വാസകോശം, വൃക്ക എന്നിങ്ങനെ 3 പ്രധാന അവയവങ്ങൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് കളമൊരുങ്ങുകയാണ്. സർക്കാർ മേഖലയിൽ ശ്വാസകോശം മാറ്റിവെക്കുന്നതും ഇത് ആദ്യമായാണ്. മാത്രവുമല്ല, കോട്ടയം മെഡിക്കൽ കോളേജിലെ 11ാമത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കൂടിയാണ് ഇത്. ഈ മഹത്തായ ദൗത്യത്തിന് പ്രചോദനമായത് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലെ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസറായിരുന്ന AR അനീഷിൻ്റെ അവയവങ്ങളാണ്. അദ്ദേഹത്തിന് 38 വയസ്സ് മാത്രമേ പ്രായവുമുണ്ടായിരുന്നുള്ളൂ. ശബരിമല ദർശനത്തിനിടെയുണ്ടായ അപകടത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന അനീഷിന് ഒക്ടോബർ 22-നായിരുന്നു മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത്. അതിതീവ്ര ദുഃഖത്തിനിടയിലും അദ്ദേഹത്തിൻ്റെ കുടുംബം അവയവദാനത്തിന് സമ്മതം നൽകിയത് 8 പേർക്കാണ് ഇപ്പോൾ പുതുജീവൻ നൽകാൻ കാരണമായിരിക്കുന്നത്. അനീഷിൻ്റെ ഹൃദയം, ശ്വാസകോശം, 2 വൃക്കകൾ, പാൻക്രിയാസ്, കരൾ, കൈ, 2 നേത്രപടലങ്ങൾ ഉൾപ്പെടെ ആകെ 9 അവയവങ്ങളാണ് ഇപ്പോൾ ദാനം ചെയ്തിരിക്കുന്നത്. ഇതിൽ 1 വൃക്കയും ഹൃദയവും ശ്വാസകോശവും 2 നേത്രപടലങ്ങളും കോട്ടയം മെഡിക്കൽ കോളേജിലെ രോഗികൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. 1 വൃക്ക, പാൻക്രിയാസ്, കൈ എന്നിവ കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്കും കരൾ കോട്ടയം കാരിത്താസ് ആശുപത്രിയിലെ രോഗിക്കുമാണ് നൽകിയിരിക്കുന്നത്. കേസോട്ടോയുടെ നേതൃത്വത്തിലാണ് അവയവ കൈമാറ്റത്തിനുള്ള ഏകോപനവും നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയത്. അനീഷ് എന്ന പോലീസ് ഓഫീസറുടെ അവയവദാനത്തിലൂടെ 8 പേർക്കാണ് പുതുജീവൻ നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബം ചെയ്ത ഈ സൽപ്രവൃത്തിയെയും ഒരിക്കലും നാം വിസ്മരിച്ചുകൂടാ.